കോട്ടയത്ത് നിന്ന് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എൻ ഹരി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹരി, പി.സി. ജോർജ് 14 ദിവസത്തേക്ക് റിമാൻഡിലായിരിക്കുന്നു. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? സ്വാഭാവികമായും നിയമവശമായ നിയമത്തിന്റെ എല്ലാ പരിരക്ഷകളിലും നിന്നുകൊണ്ട് തന്നെ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ജഡ്ജ്മെന്റിന്റെ മുമ്പിലേക്ക് കൊടുക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇദ്ദേഹം സംസാരിച്ച ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ താങ്കളുടെ പഴയ സഹപ്രവർത്തകനായ സന്ദീപ് വാര്യരാണ് സംസാരിച്ചത്. അപ്പോ സന്ദീപിന് അറിയാൻ പാടില്ല എന്നല്ല. കാരണം കോടതിയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കേസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ മെറിറ്റ് നോക്കിയിട്ടാണ് എന്ന് സന്ദീപിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാനത് സ്വാഭാവികമായും സന്ദീപിനുള്ള അതിന്റെ മറുപടി പറയാനായിട്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ ഈ സമയത്ത് ഈ കേരള സമൂഹത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി നിരവധിയായിട്ടുള്ള എത്രയോ പരാമർശങ്ങൾ ഈ കഴിഞ്ഞ ശരിക്കും പറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നോക്കിയാൽ തന്നെ പി.സി. ജോർജിന്റെ സ്റ്റേറ്റ്മെന്റുകളും ബാക്കിയുള്ള നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകളും എടുത്തൊന്ന് പരിശോധിക്കട്ടെ. നമ്മൾ പൊതുസമൂഹം അത് പരിശോധിക്കട്ടെ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. അല്ലാതെ മറ്റു തരത്തിലേക്ക് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായി എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇപ്പോൾ ക്ഷമാപണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെങ്കിലും ഒരു മനസ്സ് കാണിച്ച ആളാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഒരു വാക്കിനിടയിൽ ഒരു വാക്ക് വിട്ടുപോയി എന്നുള്ള 3-4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ ഗണപതി മിത്താളെന്ന് പറയും നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ പോലും കേസെടുത്ത അദ്ദേഹം ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ കേസെടുത്ത സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പോലീസ് വേട്ടയാടുന്നു നിങ്ങൾ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പോലീസ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ മോശമായ ഒരു വിദ്വേഷ പ്രശ്നം നിങ്ങളതിനെ അനുകൂലിക്കില്ല, നടത്തുന്നു, അതിനെതിരെ കേസ് പോകുന്നു, അദ്ദേഹം ജില്ലാ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യമായിട്ട് പോകുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തില്ല, ജില്ലാ കോടതി ജാമ്യം തള്ളി, അപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തില്ല, അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി, ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങളോടെ മുൻകൂർ ജാമ്യത്തിൽ അത് തള്ളിക്കഴിഞ്ഞിട്ടും അറസ്റ്റ് ഉണ്ടായില്ല. അതിനുശേഷം പി.സി. ജോർജ് ജാമ്യത്തിലേക്ക് പോയത്. അപ്പോൾ കോടതിയിൽ ഹാജരായി കോടതി റിമാൻഡ് ചെയ്തു. അപ്പോൾ ഇതിൽ പോലീസും സർക്കാരും വേട്ടയാടുന്നു എന്ന ആരോപണം എന്തുകൊണ്ടാണ് ശ്രീ ഹരി? അല്ല, അത് ആരോപണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെ തരത്തിൽ ഇപ്പോ കേരളത്തിലെ എത്രയോ നമ്മളുടെ നേതാക്കന്മാർ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഡിവൈഎസ്പി പാലാ ഡിവൈഎസ്പിയുടെ മുമ്പിൽ അദ്ദേഹം പരിശോധിക്കാം. അദ്ദേഹം ഇന്ന ദിവസം ഹാജരാകും, ഞാൻ ഇന്ന ട്രീറ്റ്മെന്റിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒളിച്ചോടുകയോ ബാക്കി കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്. ഞാൻ തിങ്കളാഴ്ച ഹാജരാകും എന്ന് പറഞ്ഞുകൊണ്ട് പാലാ ഡിവൈഎസ്പിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ഇന്ന് വന്ന സമയത്താണ് ഇന്ന് രാവിലെ പോലീസ് വരികയും പ്രത്യേകിച്ച് ആ വീടുകളിൽ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് അദ്ദേഹം ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു ശ്രീ എൻ ഹരി. ബി.ജെ.പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹരിയാണ് പ്രതികരിച്ചത്. എന്തായാലും ഏറ്റവും അവസാനം വരുന്ന വാർത്ത ഇതാണ്. ബി.ജെ.പി നേതാവ് പി.സി. ജോർജിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്.